പെട്രോൾ പമ്പും EV ചാർജിംഗ് സ്റ്റേഷനും തമ്മിലുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ ദൈർഘ്യം എന്താണ്, നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എത്ര എന്നുള്ളത് നോക്കാം. നമുക്ക് ഒരു പെട്രോൾ പമ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 40 സെന്റ് 50 സെന്റ് മിനിമം തൊട്ട് 1 ഏക്കർ വരെ സ്ഥലം ആവശ്യമുണ്ട് ഇന്നത്തെ രീതിയിൽ. എന്നാൽ ആ ഒരു പെട്രോൾ പമ്പിന്റെ സ്പേസ് തന്നെ ഒരു 40 സെന്റ് മിനിമം എടുത്തു കഴിഞ്ഞാൽ അവിടെ ലേബർ വേണം, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ വേണം, പിന്നെ അവിടെ ഒരുപാട് അധികമുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഒരുപാട് നമുക്ക് അവിടെ ആവശ്യമുണ്ട്. ഒരു പെട്രോൾ പമ്പ് ഒരു 105 രൂപ, നമുക്കിപ്പോൾ 100 രൂപ എടുക്കാം. 100 രൂപ നമ്മൾ 1 ലിറ്റർ പെട്രോൾ എടുത്താൽ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു കമ്മീഷനാണ് കൊടുക്കുന്നത്. അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രൂപ 50 പൈസ മുതൽ 4 രൂപ 5 രൂപ വരെയാണ് മാക്സിമം കിട്ടുന്നത്. എന്നാൽ ഒരു ചാർജിങ് സ്റ്റേഷൻ നിങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ ആകെ നിങ്ങൾക്ക് സ്പേസ് വേണ്ടിയത് ഒരു 1000 സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അവിടെ നിങ്ങൾക്ക് ലേബറെ ആവശ്യമേ ഇല്ല. വളരെ സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് ആണത്. കാരണം QR കോഡ് സ്കാൻ ചെയ്യുക, പേ ചെയ്യുക, ഡ്രൈവർ തന്നെ അത് ചാർജ് ചെയ്തിട്ട് പോകും. മാക്സിമം 30 lakhs ഇൻവെസ്റ്റ്മെന്റ് അപ്രോക്സിമേറ്റ്ലി വരുന്നുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% ആണ് ആവറേജ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു യൂണിറ്റ് കറണ്ട് നിങ്ങൾ 20 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ 10 രൂപ നിങ്ങൾക്ക് ചിലവാകും, 10 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. സോ ഏതാണ് നിങ്ങൾക്ക് നല്ലത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്? ഒരു പെട്രോൾ പമ്പ് ഇപ്പൊ 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ആയിരിക്കും ഇപ്പോൾ ഒരു പെട്രോൾ പമ്പ്. എന്നാൽ നമുക്ക് EV ചാർജിങ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്ററിൽ നമുക്ക് 4ഉം 5ഉം 10ഉം ചാർജിങ് സ്റ്റേഷന്റെ ആവശ്യം വരും. സോ നിങ്ങൾ ഇലക്ട്രിക്കൽ വെഹിക്കിളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക, സ്മാർട്ട് ആകാൻ നമ്മൾ നോക്കുക. താങ്ക് യു വെരി മച്ച്.